പുരോഗമന ചിന്തകൾക്കും ഉയർന്ന ജീവിത നിലവാരത്തിനും പേരുകേട്ട സ്വീഡൻ ഇപ്പോൾ വയലന്റ് കുറ്റകൃത്യങ്ങളിൽ മുൻപില്ലാത്ത വർധനവ് നേരിടുകയാണ്. ഗ്യാങ് റിലേറ്റഡ് കൊലപാതകങ്ങളിൽ കുട്ടികളുടെ വർദ്ധിച്ചു വരുന്ന പങ്കാളിത്തമാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രവണതകളിൽ ഒന്ന്. സ്വീഡനിലുടനീളം ക്രൂരമായ അക്രമവും മനുഷ്യത്വരഹിതവുമായ കോൺട്രാക്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന ഒരു പ്രവണത ഉയർന്നു വരുന്നു. ഈ കൊലപാതകങ്ങൾ നടത്താൻ പ്രായപൂർത്തിയാകാത്തവരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ക്രിമിനൽ സംഘങ്ങൾ സ്വീഡിഷ് നിയമത്തിലെ പഴുതുകൾ ചൂഷണം ചെയ്യുന്നു. കുറ്റകൃത്യങ്ങൾ ഞെട്ടിക്കുന്ന രീതിയിൽ ക്രൂരമാണെന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും ഉപയോഗത്തിലൂടെ സുഗമമാക്കുകയും ചെയ്യുന്നു. ഇത് മാരകമായ ദൗത്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്തവരെ ലക്ഷ്യമിടുന്നു. ദീർഘകാലമായി സ്വീഡൻ സമൃദ്ധിയുടെയും സുരക്ഷയുടെയും മാതൃകയായ രാജ്യമായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ പ്രായപൂർത്തിയാകാത്തവരെ കോൺട്രാക്ട് കില്ലേഴ്സായി ഉപയോഗിക്കുന്ന ഭീതിജനകമായ പ്രവണത ഉയർന്നുവരുന്നു. ഗൺ വയലൻസും അധോലോക അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളിലും രാജ്യം കുത്തനെ വർധനവ് കണ്ടു. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്രിമിനൽ പ്രോസിക്യൂഷൻ ഒഴിവാക്കാൻ അനുവദിക്കുന്ന നിയമപരമായ ലൂപ്പോൾ ചൂഷണം ചെയ്യുന്ന ഓർഗനൈസ്ഡ് ക്രൈം നെറ്റ്വർക്കുകളുടെ നേരിട്ടുള്ള ഫലമാണ് ഈ അസ്വസ്ഥാജനകമായ പ്രതിഭാസം. 15 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവരെ കൊലപാതകം ഉൾപ്പെടെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾക്ക് വിചാരണ ചെയ്യാൻ കഴിയില്ലെന്ന് സ്വീഡിഷ് നിയമം നിലവിൽ വ്യവസ്ഥ ചെയ്യുന്നു. ഈ പഴുതുകൾ നിയമപരമായ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കോൺട്രാക്ട് കില്ലിംഗ് നടത്താൻ ആഗ്രഹിക്കുന്ന സംഘങ്ങൾക്ക് അനുയോജ്യമായ കാൻഡിഡേറ്റ്സായി മൈനേഴ്സിനെ മാറ്റി. പ്രായപൂർത്തിയാകാത്തവരുടെ നിയമപരമായ ഉത്തരവാദിത്തത്തിന്റെ അഭാവം ഗ്യാങ് ലീഡേഴ്സ് മുതലെടുക്കുന്നതിനാൽ അക്രമം പലപ്പോഴും ആസൂത്രണം ചെയ്യുകയും കാര്യക്ഷമമായി നടപ്പിലാക്കുകയും ചെയ്യുന്നു. തൽഫലമായി സംഘടിത കുറ്റകൃത്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന പ്രായപൂർത്തിയാകാത്തവരെ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു. അവിടെ ക്രിമിനൽ വിഭാഗങ്ങൾക്ക് വേണ്ടി കൊലപാതകം നടത്താൻ അവരെ ചുമതലപ്പെടുത്തുന്നു. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ കോൺട്രാക്ട് കില്ലേഴ്സ് ആകുന്നതിന്റെ വർധനവിന് കാരണമാകുന്ന പ്രാഥമിക ഘടകങ്ങളിൽ ഒന്നാണ് ഗ്യാങ് റിക്രൂട്ട്മെന്റിൽ സോഷ്യൽ മീഡിയയുടെ പങ്ക്. മുൻകാലങ്ങളിൽ ക്രിമിനൽ സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ക്ലോസ്ഡ് നെറ്റ്വർക്കുകളെയും എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയത്തെയും ആശ്രയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സ്നാപ്ചാറ്റ്, ഇൻസ്റ്റാഗ്രാം, എൻക്രിപ്റ്റ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷനുകൾ തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വരവോടെ ഗ്യാങ് ലീഡേഴ്സിന് ഇപ്പോൾ റിക്രൂട്ട്മെന്റുകൾ എളുപ്പത്തിൽ നടത്താനാകുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഗ്യാങ് റിക്രൂട്ട്മെന്റിനുള്ള പുതിയ മാർഗമായി മാറിയിരിക്കുന്നു. വയലന്റ് ഗ്യാങ്ങുകൾ പ്രായപൂർത്തിയാകാത്തവരുടെ, പ്രത്യേകിച്ച് ദരിദ്രർ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരുടെ ദുർബലത ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നു. അവർക്കുള്ള ജോലികൾ പരസ്യം ചെയ്യാൻ സംഘാംഗങ്ങൾ പലപ്പോഴും ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. ഈ ജോലികൾ സാധാരണ തൊഴിൽ അവസരങ്ങളല്ല, മറിച്ച് കൊലപാതകങ്ങൾ നടത്തുന്നതിനുള്ള അക്രമപരവും മാരകവുമായ ദൗത്യങ്ങളാണ്. പോസ്റ്റുകളിൽ പലപ്പോഴും ബോംബിംഗ് ടുഡേ അല്ലെങ്കിൽ ഹൂ വാണ്ട്സ് ടു ഷൂട്ട് സംവൺ ഇൻ സ്റ്റോക്ക്ഹോം പോലുള്ള നിരുപദ്രവകരമായ മെസ്സേജുകൾ വഴി ഇതിന്റെ ഭയാനകമായ യാഥാർത്ഥ്യത്തെ മറയ്ക്കുന്നു. സാമ്പത്തിക പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഈ കോൺട്രാക്റ്റുകൾ ഏറ്റെടുക്കാൻ സംഘങ്ങൾ കുട്ടികളെയും കൗമാരക്കാരെയും ആകർഷിക്കുന്നു. ചെറുപ്പക്കാരായ റിക്രൂട്ട്മെന്റുകൾക്ക് സാധാരണയായി ഒരു ജോലിക്കായി 1,50,000 സ്വീഡിഷ് ക്രോണർ, ഏകദേശം 13,000 പൗണ്ട് വരെ വലിയ തുകകൾ ലഭിക്കുന്നു. ഇത് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവർക്കോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്കോ ശക്തമായ പ്രലോഭനമായി മാറുന്നു. നിയമപരമായ ചട്ടക്കൂട് കാരണം ടീനേജുകളുടെ കോൺട്രാക്ട് കില്ലേഴ്സിന്റെ വർധനവിൽ സ്വീഡിഷ് നീതിന്യായ വ്യവസ്ഥ മനഃപൂർവ്വമല്ലെങ്കിലും പങ്കാളിയാണ്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്വീഡനിൽ ക്രിമിനൽ ഉത്തരവാദിത്തത്തിന് യോഗ്യരല്ലെന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിനർത്ഥം ഒരു കുട്ടി ഒരു കൊലപാതകം നടത്തിയാലും അവരുടെ പ്രവൃത്തികൾക്ക് അവരെ വിചാരണ ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ കഴിയില്ല എന്നാണ്. ഈ നിയമപരമായ പഴുതുകൾ നിയമനിർവഹണ ഏജൻസികൾക്കും പ്രോസിക്യൂട്ടർമാർക്കും ബന്ധപ്പെട്ട പൗരന്മാർക്കും ഒരുപോലെ ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുന്നു. ചെറിയ കുട്ടികളെ കഠിനമായ ക്രിമിനൽ നീതിന്യായ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ആദ്യം രൂപകൽപ്പന ചെയ്ത ഈ നിയമം ഏറ്റവും ഹീനമായ ചില കുറ്റകൃത്യങ്ങളിലെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ക്രിമിനൽ സംഘടനകൾ ചൂഷണം ചെയ്യുന്നു. കുട്ടികൾക്കായുള്ള സ്വീഡന്റെ നിയമങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം 15 വയസ്സിന് താഴെയുള്ളവരെ അവർക്ക് പൂർണ്ണമായി മനസ്സിലാകാത്ത പ്രവൃത്തികൾക്ക് ശിക്ഷിക്കപ്പെടുന്നതിൽ നിന്ന് സംരക്ഷിക്കുക എന്നതായിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം ഒരു പേടി സ്വപ്നമായി മാറി. പലപ്പോഴും കുടിയേറ്റ സമൂഹങ്ങളിൽ നിന്നോ പാവപ്പെട്ട പശ്ചാത്തലങ്ങളിൽ നിന്നോ ഉള്ള ദുർബലരായവർ സംഘത്തിന്റെ വിശ്വസ്തതയുടെയോ സാമ്പത്തിക ആവശ്യത്തിന്റെയോ മറവിൽ അക്രമാസക്തമായ പ്രവൃത്തികൾ ചെയ്യാൻ നിർബന്ധിതരാക്കപ്പെടുന്നു. സ്വീഡിഷ് കൊള്ള സംഘങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ചെറുപ്പക്കാരിൽ പലരും പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ വിദേശ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ്. പ്രത്യേകിച്ച് 2015 കുടിയേറ്റ പ്രതിസന്ധിയുടെ സമയത്ത് അഭയാർത്ഥികളായി സ്വീഡനിലെത്തിയവർ. സാമൂഹികമോ സാമ്പത്തികമോ ആയ ചലനാത്മകതയ്ക്ക് അവസരങ്ങൾ കുറവുള്ള ദരിദ്രമായ ചുറ്റുപാടിൽ താമസിക്കുന്ന ഈ കുട്ടികളും കൗമാരക്കാരും ക്രിമിനൽ ഗ്രൂപ്പുകളുടെ ചൂഷണത്തിന് പാകമായവരാണ്. ശരിയായ വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ, സാമൂഹിക സേവനങ്ങൾ എന്നിവ ലഭിക്കാത്തതിനാൽ അവർ പലപ്പോഴും സ്വീഡിഷ് സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു. സംഘങ്ങൾ ഈ ദുർബലതയെ ചൂഷണം ചെയ്യുന്നു. കോൺട്രാക്ട് കൊലയാളികളായി അവരുടെ സേവനങ്ങൾക്ക് പകരമായി ഈ യുവാക്കൾക്ക് സ്വന്തമെന്ന ബോധവും സാമ്പത്തിക പ്രതിഫലവും വാഗ്ദാനം ചെയ്യുന്നു. പല കേസുകളിലും റിക്രൂട്ട് ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ചോ അക്രമാസക്തമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ പൂർണ്ണമായി അറിയില്ല. സമപ്രായക്കാരുടെ സമ്മർദ്ദം, മയക്കുമരുന്നിന് അടിമപ്പെടൽ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്കെതിരായ അക്രമ ഭീഷണികൾ
എന്നിവയിലൂടെ അവർ ഗ്യാങ് കൾച്ചറിലേക്ക് ആകർഷിക്കപ്പെടാം. അവരിൽ ചിലർ കൊലപാതകങ്ങൾ നടത്താൻ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടുന്നു. അനുസരിക്കാൻ വിസമ്മതിച്ചാൽ അവരുടെ പ്രിയപ്പെട്ടവരെ ഉപദ്രവിക്കുമെന്നും അവരുടെ ഹാൻഡിലർമാർ ഭീഷണിപ്പെടുത്തുന്നു. പ്രായപൂർത്തിയാകാത്തവരെ ഹിറ്റ്മാൻമാരായി ഉപയോഗിക്കുന്നത് അത്തരം അക്രമാസക്തമായ പ്രവൃത്തികൾ അവരെ ബാധിക്കുന്ന മാനസിക ആഘാതത്തെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ചെറുപ്പമായിരുന്നിട്ടും ഇവർ പലപ്പോഴും അവരോട് ചെയ്യാൻ ആവശ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ ക്രൂരത നേരിടാൻ നിർബന്ധിതരാകുന്നു. പോലീസ് പിടികൂടുമ്പോൾ ചില കുട്ടികൾ പ്രകടിപ്പിക്കുന്ന അസ്വസ്ഥജനകമായ വികാരത്തിന്റെ അഭാവം തെളിയിക്കുന്നത് പോലെ അക്രമത്തോടും മരണത്തോടും സ്വയം സംവേദനക്ഷമത നഷ്ടപ്പെടുത്താൻ അവർക്ക് പരിശീലനം നൽകുന്നു. ചില സന്ദർഭങ്ങളിൽ ഈ ടീനേജുകൾ അവരുടെ പ്രവർത്തനങ്ങളിൽ പശ്ചാത്താപം കാണിക്കുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ധാരണയുടെയോ സഹാനുഭൂതിയുടെയോ അഭാവം പ്രകടമാക്കുന്നു. ഈ പ്രായപൂർത്തിയാകാത്ത കോൺട്രാക്ട് കില്ലേഴ്സ് പലരും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പ്രകടിപ്പിക്കുന്ന ആരെയും കൂസാത്ത ശാന്തതയിൽ നിയമപാലകരും പ്രോസിക്യൂട്ടർമാരും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചില യുവ കുറ്റവാളികൾ ചോദ്യം ചെയ്യലിൽ നോ കമന്റ് എന്ന് പറയുകയോ ചോദ്യം ചെയ്യുമ്പോൾ നിശബ്ദരായി ഇരിക്കുകയോ ചെയ്യുന്നുവെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിവരിക്കുന്നു. വൈകാരിക അസ്വസ്ഥതയുടെ ലക്ഷണങ്ങളോ അവരുടെ പ്രവർത്തനങ്ങളുടെ ഗൗരവത്തെക്കുറിച്ചുള്ള ധാരണയോ കാണിക്കുന്നില്ല. യുവാക്കളുടെ കുറ്റകൃത്യങ്ങൾ പഠിക്കുന്ന മനഃശാസ്ത്രജ്ഞരും വിദഗ്ധരും ഈ കുട്ടികൾ പലപ്പോഴും അക്രമത്തെ നിർവികാരതയോടെ കാണുന്നതിനാൽ കൊലപാതകത്തെ അധാർമികമായി കാണുന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അവർ അക്രമത്തിന്റെ ഒരു ചക്രത്തിൽ അകപ്പെടുന്നു. ഓരോ കൊലപാതകവും അവർക്ക് അടുത്തത് ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. ഈ കുട്ടികളിൽ പലർക്കും സംഘങ്ങളിലെ അവരുടെ പങ്കാളിത്തം അതിജീവനത്തിനുള്ള ഒരു മാർഗമാണ്. അവർ പലപ്പോഴും ഒരു മാർഗവുമില്ലാതെ ക്രിമിനൽ അധോലോകത്തിൽ അകപ്പെടുന്നു. പ്രായപൂർത്തിയാകാത്ത കോൺട്രാക്ട് കൊലയാളികളുടെ വർധനവ് സ്വീഡിഷ് സമൂഹത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുകയും പ്രായപൂർത്തിയാകാത്തവരുടെ പങ്കാളിത്തം ഉത്തേജിപ്പിക്കുകയും ചെയ്ത അക്രമങ്ങളുടെ തിരമാലകൾ സമൂഹങ്ങളെ ഇളക്കിമറിച്ചു. ഒരിക്കൽ സുരക്ഷയ്ക്കും ഉയർന്ന ജീവിത നിലവാരത്തിനും പേരുകേട്ട രാജ്യം ഇപ്പോൾ പൊതുസുരക്ഷാ പ്രതിസന്ധി നേരിടുന്നു. പ്രത്യേകിച്ച് സംഘപ്രവർത്തനങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന നഗരപ്രദേശങ്ങളിൽ. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ഉയർന്ന തോക്ക് ആക്രമണ നിരക്ക് സ്വീഡനിൽ ദേശീയ നാണയക്കേടായി മാറിയിരിക്കുന്നു. സ്റ്റോക്ക്ഹോം, ഗോതൻബർഗ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ കൂട്ടവെടിവെപ്പുകൾ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. ഈ കൊലപാതകങ്ങൾ നടത്താൻ പ്രായപൂർത്തിയാകാത്തവരെ ഉപയോഗിക്കുന്നത് അക്രമം വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. പലപ്പോഴും ക്ലോസ് റേഞ്ച് വെടിവെപ്പ് ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ ക്രൂരത കുടുംബങ്ങളെ തകർക്കുകയും പൊതുജനങ്ങൾക്കിടയിൽ ഭയവും അസ്വസ്ഥതയും സൃഷ്ടിക്കുകയും ചെയ്തു. ഈ കൊലപാതകങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം ഈ പ്രവണത തടയുന്നതിൽ സ്വീഡിഷ് സമൂഹത്തിന്റെ പങ്കിനെക്കുറിച്ചും ഒരു ചർച്ചയ്ക്ക് കാരണമായി. ദാരിദ്ര്യം, സാമൂഹിക ബഹിഷ്കരണം, പാർശ്വവൽക്കരിക്കപ്പെട്ട യുവാക്കൾക്കുള്ള അവസരങ്ങളുടെ അഭാവം തുടങ്ങിയ കൂട്ടക്കൊലയുടെ മൂലകാരണങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാരും നിയമനിർവഹണ ഏജൻസികളും പരാജയപ്പെട്ടുവെന്ന് വിമർശകർ വാദിക്കുന്നു. പ്രായപൂർത്തിയായ സംഘാംഗങ്ങൾക്ക് സർക്കാർ കർശനമായ നിയമങ്ങളും ശിക്ഷാവിധികളും നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും സംഘങ്ങൾ നിയമത്തിലെ പഴുതുകൾ ചൂഷണം ചെയ്യുകയും അവരുടെ വൃത്തികെട്ട ജോലി ചെയ്യാൻ കുട്ടികളെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യുന്നതിനാൽ പ്രശ്നം തുടരുന്നു. പ്രായപൂർത്തിയാകാത്തവർ നടത്തുന്ന കോൺട്രാക്ട് കൊലപാതകങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് സ്വീഡിഷ് അധികാരികൾ നടപടിയെടുക്കാൻ തുടങ്ങി. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് പ്രോസിക്യൂഷൻ ഒഴിവാക്കാൻ 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അനുവദിക്കുന്ന പഴുതുകൾ അടയ്ക്കുന്നതിന് നിയമപരിഷ്കാരങ്ങൾക്കായി നിയമനിർമ്മാതാക്കൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്തവരെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളാക്കാൻ അധികാരികളെ അനുവദിക്കുന്ന ക്രിമിനൽ ഉത്തരവാദിത്തത്തിന്റെ നിയമപരമായ പ്രായം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ സംഘങ്ങളുടെ പങ്കാളിത്തത്തിന് ബദലുകൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ പരിപാടികൾ ഉൾപ്പെടെ ദുർബലരായ യുവാക്കൾക്കുള്ള സാമൂഹിക സേവനങ്ങളും പിന്തുണാ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. സ്കൂളുകൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ, പ്രാദേശിക സംഘടനകൾ എന്നിവ അപകട സാധ്യതയുള്ള സംഘങ്ങളാൽ റിക്രൂട്ട് ചെയ്യപ്പെടുന്നതിന് മുമ്പ് യുവാക്കളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കാൻ തുടങ്ങി. മാർഗനിർദ്ദേശം, തൊഴിലവസരങ്ങൾ, കൗൺസിലിംഗ് എന്നിവ വാഗ്ദാനം ചെയ്യുന്ന പരിപാടികൾ യുവാക്കളെ ക്രിമിനൽ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിൽ ചില വിജയങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും യുവാക്കളെ സംഘങ്ങളിൽ ഏർപ്പെടാൻ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് പല വിദഗ്ധരും വാദിക്കുന്നു. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹിക ഒറ്റപ്പെടൽ എന്നിവ യുവാക്കളുടെ കൂട്ടക്കൊലയുടെ വർധനവിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ്. ഈ മൂലകാരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികളെ ക്രിമിനൽ വൽക്കരിക്കുന്നതിനപ്പുറം സമഗ്രവും ദീർഘകാലവുമായ ഒരു സമീപനം ആവശ്യമാണ്. സ്വീഡനിൽ പ്രായപൂർത്തിയാകാത്തവരുടെ കോൺട്രാക്ട് കില്ലേഴ്സിന്റെ വർധനവ് നിയമപരമായ പഴുതുകൾ ചൂഷണം ചെയ്തതിന്റെയും ദാരുണവും ഭയപ്പെടുത്തുന്നതുമായ അനന്തരഫലമാണ്. 15 വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവരെ വിചാരണ ചെയ്യാൻ കഴിയില്ല എന്ന വസ്തുത സ്വീഡിഷ് സംഘങ്ങൾ മുതലെടുത്തു. ദുർബലരായ കുട്ടികളെ അവരുടെ ക്രിമിനൽ സംരംഭങ്ങളിൽ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നു. പണവും പദവിയും വാഗ്ദാനം ചെയ്ത് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സംഘങ്ങളെ അനുവദിച്ചുകൊണ്ട് ഈ പ്രവണത സുഗമമാക്കുന്നതിൽ സോഷ്യൽ മീഡിയ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പ്രശ്നകരമായ സംഭവ വികാസത്തെ സ്വീഡൻ നേരിടുമ്പോൾ കുട്ടികളെ ക്രിമിനൽ സംഘടനകളുടെ കൈകളിൽ വീഴുന്നതിൽ നിന്ന്
രക്ഷിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് വ്യക്തമാണ്. സർക്കാരും സമൂഹവും കൂട്ടക്കൊലയുടെ മൂലകാരണങ്ങൾ പരിഹരിക്കുകയും അപകട സാധ്യതയുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് അർത്ഥവത്തായ അവസരങ്ങൾ നൽകുകയും കുട്ടികളെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കുന്ന നിയമപരമായ പഴുതുകൾ അടയ്ക്കുകയും വേണം. സമഗ്രമായ സമീപനത്തിലൂടെ മാത്രമേ അസ്വസ്ഥതപ്പെടുത്തുന്ന ഈ പ്രവണത മാറ്റാനും അക്രമത്തിന്റെയും കുറ്റകൃത്യത്തിന്റെയും ഭാവിയിൽ നിന്ന് യുവാക്കളെ സംരക്ഷിക്കാനും സ്വീഡന് കഴിയുകയുള്ളൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.